ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അതായത് ന്യൂസ് മെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അല്പം സെൻസിറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് പല ഭാഗത്തു നിന്നും, ഒരു ഭാഗത്തു നിന്നല്ല പല ഭാഗത്തു നിന്നും നമ്മളെ നമ്മൾക്ക് എതിരായിട്ട് കമന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ഈ ഓൾമോസ്റ്റ് സെയിം സബ്ജക്റ്റിനെ പറ്റി, അതായത് മതം വിദ്വേഷത്തിനാണോ സ്നേഹിക്കാനാണോ എന്ന ഒരു ചോദ്യത്തോടുകൂടി ഒരു വീഡിയോ കുറച്ചാൾ മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നു. ഓക്കെ, അതിന്റെ ലിങ്ക് കൂടെ ഇതിന്റെ കൂടെ ചേർക്കാം. ഓക്കെ, അപ്പം ബേസിക്കലി ഇതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പം ബേസിക്കലി ഇത് എഴുതാൻ തോന്നിയത് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷെ അതല്ല, അത് ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 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 ലീഡാണ്. പക്ഷെ ഇത് ഇന്ത്യ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഈ ഇന്ത്യയിൽ നടന്ന കാര്യം തന്നെ ആദ്യം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു ചെറിയ അനിഷ്ട സംഭവം, അത് വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയില് പിന്നെ ഈ ക്രിസ്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട്, എസ്പെഷ്യലി അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളും അത് ക്രിസ്ത്യൻ വീടുകൾ മാത്രമല്ല, മോളുകള്, അതുപോലെ പബ്ലിക് പ്ലേസുകളിൽ ഈ ക്രിസ്മസ് സാധനങ്ങളൊക്കെ വിൽക്കുന്നവരെ ഒക്കെ ഹരാസ് ചെയ്യുകയും അത് നശിപ്പിക്കുകയും പള്ളികളിലും പിന്നെ ചാപ്പലുകളിലും അല്ലാത്ത ആലയങ്ങളിലും ഒക്കെ കയറി ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വർഷം അത് ഇച്ചിരി കൂടുതലായിരുന്നു. അതിന് അടുത്ത വർഷങ്ങളിൽ അത് കൂടി അതിലും കൂടാനുള്ള സാധ്യത ആണ്, ചൂണ്ടുവലകയാണ് ഇത് ആക്ച്വലി. അപ്പം ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നരേന്ദ്രമോദിജി അന്ന് ക്രിസ്മസ് ദിവസം ഡൽഹിയിലെ ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ പോയി ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ആ സമയങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റുള്ള സ്ഥലങ്ങളിലെ ഈ ആക്രമണം ഉണ്ടായത്. അപ്പൊ അതിനകത്ത് ആരാണെന്ന് ചോദിച്ചാല് ഈ ബജ്രംഗ് ദൾ, BHP, അതുപോലെ ഉള്ള ഔട്ട്ഫിറ്റ്സ്, ഈ BJP നേരിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈവൻ RSS പോലും അത്ര ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് അവർ ചിലപ്പോൾ അതിന്റെ പുറകിൽ അതിനെ ചണ്ടുവലിക്കുന്നുണ്ടാവും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പിന്നെ ഹിന്ദു ഐക്യവേദി, ശശികല പോലുള്ള ആൾക്കാര്, പിന്നെ അതുപോലെ മറ്റുള്ളതൊക്കെ ബജ്രംഗ് ദൾ, BHP ഔട്ട്ഫിറ്റ്സ് ആണ് ഇതിൽ കൂടുതലും ഇതിനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാരണം, ഇവരെ ഫ്രിഞ്ച് എലിമെന്റ്സ് ആണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പൊ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യങ്ങളൊന്നുമില്ല. ആരൊക്കെയോ അവിടെ നിന്ന് ചരട് വലിച്ചിട്ട് അവരുടെ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ പോൺസ് ആക്കിയിട്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എന്താണെന്ന് സത്യമായിട്ട് ഒരു ബോധമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ചോദിക്കും, നരേന്ദ്രമോദിജി എന്താണ്, അല്ലെ BJP പൊതുവെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ചന്ദ്രശേഖരൊക്കെ കുറച്ചൊക്കെ ഇതിനെ അപലപിച്ച് വേറെ രീതിയിലൊക്കെ ചെയ്തു, സുരേഷ് ഒക്കെ ചെയ്തെങ്കിലും നാഷണൽ ലെവലിൽ അതിനൊരു കാര്യം ഉണ്ടായത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ നാഷണൽ ലെവലിൽ അതിനൊരു പ്രതികരണം അല്ലെങ്കിൽ അതിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഒന്നും കണ്ടില്ല. അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. പക്ഷെ സത്യത്തിൽ സംഭവം എന്താണ്, നമ്മൾ റിയൽ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിജെപിക്കായിട്ടൊരു ഒരു ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാല്, വോട്ട് ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് കുറവായിരിക്കും. മനസ്സിലായില്ലേ? ചില പുതിയ തലമുറയിലെ കുറെ ആൾക്കാരൊക്കെ അതിനകത്ത് അങ്ങനെ വന്നുണ്ടെങ്കിലും പൊതുവെ ഇതിന്റെ കോർ വോട്ട് ബേസ് എന്ന് പറഞ്ഞാല് ഈ RSS, ബജ്രംഗ് ദൾ, BHP, ഐക്യവേദി അങ്ങനെയുള്ള ഈ ഔട്ട്ഫിറ്റ്സ് ആണ്. അപ്പം അവരെ പിണക്കാൻ പറ്റത്തില്ല. അവർക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ അവര് BJPക്ക് വോട്ട് ചെയ്യാതെ മാറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ കണ്ടാണ് ഒരിടത്തൊരു കാർട്ടൂൺ കാണാണ്. അതായത് മോഡിജിയെ വിമർശിച്ചുകൊണ്ട്, അതായത് പള്ളിയിലെ ഈ പറഞ്ഞ ക്രിസ്മസിന്റെ ആരാധനയിൽ പങ്കെടുത്തതിന് ഈ മറ്റുള്ള ഔട്ട്ഫിറ്റ്സ് പിന്നെ അതിനെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ചെയ്യാൻ BJPക്ക് ധൈര്യമില്ല. കാര്യം അവരുടെ വോട്ട് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. ആ റിയൽ പൊളിറ്റിക്സിൽ നിന്നാണ് ഒരു വശത്ത് നമ്മുടെ കേരളത്തിലും ഒക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് BJP, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഇലക്ഷനെ വിജയിക്കാനും BJPയുടെ സാധ്യതയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നത് ക്രിസ്ത്യൻസിന്റെ വോട്ടാണ്. അത് നമ്മൾ തൃശ്ശൂരൊക്കെ കണ്ടതാണ്. അപ്പൊ അത് നശിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല.
അതേസമയം തന്നെ നോർത്ത് ഇന്ത്യയിലെ ഈ ഔട്ട്ഫിറ്റ്സിന്റെ ഉള്ളിൽ കൂടെ വരുന്ന വോട്ടുകളെ നശിപ്പിക്കാനും BJPക്ക് താല്പര്യമില്ല. അതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെ ഇതൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഒരു ചലഞ്ച്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലൊന്നും ഇത് വലിയ കാര്യമായിട്ടൊന്നും വോട്ടിനെ ബാധിക്കത്തില്ല. അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ, അല്ലെ ഗോവ, കേരളം, അല്ലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഒക്കെ കുറച്ചൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പം അതെങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ അത് ആ സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളോ ഒന്നും അവിടെ നിന്നും നമുക്ക് ഭരണം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തണം. ഓക്കെ, എനിവേ നമുക്കത് കണ്ട് വരാം. അപ്പം ഇതിപ്പോ ഇത് നടന്നു എന്ന് നമ്മളത് അതിന്റെ ഒരു ലീഡായിട്ട് ഉപയോഗിച്ചെങ്കിലും ഈ AI യുഗത്തില്, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യത്തെ പറയാം. ഈ അടുത്ത സമയത്ത് നമ്മുടെ ശശി തരൂർ വന്ദേ ഭാരതി യാത്ര ചെയ്തപ്പോ അതിനകത്ത് അത് ക്യൂറേറ്റഡ് ആണോ അതോ വളരെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഈ റാവുൽ ജോൺ അജു എന്ന് പറയുന്ന ഒരു പയ്യൻ, 16 വയസ്സുള്ള ഒരു പ്രോഡിജി, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ഇപ്പോഴും ഒരു ഓണ്ടർപ്രണറായിട്ട് വർക്ക് ചെയ്യുന്ന 16 വയസ്സുള്ള ഒരു കുട്ടി. പുള്ളി പല ഭാഷകളിലും ഒരേ സമയം ഉപയോഗിക്കാവുന്ന AI ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ പ്രൊഡിജിയെ പറ്റി ആ വീഡിയോയും ശശി തരൂരും കുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എക്സില്, അതായത് പഴയ ട്വിറ്ററില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒത്തിരി വളരെ ആൾക്കാരെ പിന്നെ അതിനെ നല്ല കൺഗ്രാജുലേഷൻസ്, ബ്രില്യൻ ബോയ്, കോൺഫിഡൻസ്, ഇങ്ങനെ വളരെ എന്താ പറയുക അപ്രീസിയേറ്റ് ചെയ്ത ഇതുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒരു കമന്റ് കണ്ടു, വാട്ട് ഈസ് ഹിസ് കാസ്റ്റ്? മൈ ഗോഡ്. അപ്പൊ അങ്ങനെയുണ്ട് ആൾക്കാരെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ഇതിട്ട് റൈസ് ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് സംശയം, പലർക്കും അറിയത്തില്ല. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ ഈ ഹിന്ദു തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് കമ്പയിൻ കൊണ്ട് നടക്കുന്ന ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വിളിക്കുന്നത് റൈസ് ബാഗ്സ് എന്നാണ്. അവരുടെ ഇതെന്ന് പറഞ്ഞാൽ റൈസ് ബാഗ് വാങ്ങിച്ചിട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാരാണ് ക്രിസ്ത്യൻസ് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്കറിയത്തില്ല ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് നടക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, ചരിത്രബോധമോ യാതൊരു വിധമായ വിവരമോ ഉള്ള ആൾക്കാരല്ല. അവർക്ക് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ ഗോവയിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൺവേർഷൻ, അതിൽ കൂടെ വന്നിട്ടുള്ള ഈ പുതിയ ഫസ്റ്റ് ടൈം കൺവേർഷൻ, അല്ലെങ്കിൽ അവരെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നും പറയാറുണ്ട്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരെ അവരുടെ ജാതി അതേപോലെ നിലനിർത്തും, കാര്യം അവർക്ക് റിസർവേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻ മതമായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. അതിനാണ് ഇവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ 2.3 ഉള്ളു ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അവ അംഗീകരിക്കാത്തതിന്റെ കാര്യം. കാര്യം വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനിറ്റിയിൽ മാറി അവരുടെ ആചാരങ്ങൾ പങ്കെടുക്കുകയും ഹിന്ദു മതത്തിൽ നിന്ന് ആചാരങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഇപ്പോഴും ഹിന്ദുസ് എന്ന് ഒഫീഷ്യലി നിലനിർത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി. ഓക്കെ, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ആണ്. അത് ആൾക്കാർക്ക് ഇവർക്കൊന്നും അറിയത്തില്ല. ഈ പറഞ്ഞ ഇങ്ങനെ വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് യാതൊരു വിധമായ ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത് പിന്നെ പോർട്ടുഗീസുകാരാണെന്നും ബ്രിട്ടീഷുകാരാണെന്നും വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലുള്ള ടെക്നോളജി ഒക്കെ ഇത്രമാത്രം വളർന്നു വരുന്ന ഈ സമയത്ത് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആകേണ്ടതാണ് ഈ മതത്തെ ചുറ്റിപ്പറ്റിയുള്ള ഹെയ്റ്റ് കമ്പയിൻ, അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം ഉള്ള രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ കുറെ അതിന് തിരിച്ചാകണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്, പക്ഷെ തിരിച്ചായത് ഇത് ആക്ച്വലി അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ്, അല്ലെ അതിലും പ്രൊപ്പോർഷനിലാണ്. ഈ ടെക്നോളജി AI ഒക്കെ വളരുന്നതിന് അതിലും ഭയങ്കര ഭീകരമായിട്ടാണ് ഈ ഹെയ്റ്റ് കമ്പയിൻ. ഇതിപ്പം ഞാൻ ഹിന്ദുസ് ക്രിസ്ത്യൻസിനോടോ അല്ലെ ഹിന്ദുസ് മുസ്ലിങ്ങളോടോ കാണിക്കുന്നൊന്നുമല്ല. എല്ലാ മതത്തിനും ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മള് ഇപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസ് നോക്കിക്കഴിഞ്ഞു, ഇപ്പം ട്രംപ് തന്നെ ഫോർ എക്സാമ്പിൾ അവിടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന കമ്പയിൻ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ക്രിസ്ത്യാനിറ്റിക്ക് നഷ്ടപ്പെട്ട ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു താഴ്ച അത് തിരിച്ചു പിടിക്കാന്നുള്ളതാണ് പുള്ളിയുടെ മേജർ ഇതെന്ന് പറയുന്നത്. അതായത് അമേരിക്ക വീണ്ടും ഒരു ശരിക്കുള്ള ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട്, ഇപ്പോഴും ക്രിസ്ത്യൻ രാജ്യം എന്ന് വേണേൽ പറയാം, ആക്കി മാറ്റാനാണ് പുള്ളി ശ്രമിക്കുക. അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലെ പല കാരണങ്ങളുണ്ട്. എന്താ ഈ മുസ്ലിം അഭയാർത്ഥികളെ കൊണ്ടുവന്ന് അവിടെ അവരുടെ കൾച്ചറലായിട്ടുള്ള ഒരു ഇൻവേഷൻ, അവർക്ക്
അവിടെ അങ്ങനെ വന്ന അഭയാർത്ഥികൾ പിന്നീട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് തിരികെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ഇതുണ്ടായി. അതായത് ഇവർ ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആക്കണം, ആന്റി ഇമിഗ്രേഷൻ ലോസ് വേണം. അപ്പം അതിന്റെ ഭാഗമായി ഇന്ത്യൻസിനോടും അവർക്ക് വിരോധമായി നമുക്ക് കണ്ടാണ് ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ പിന്നെ ഇതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻസ്, മറ്റുള്ള ഇമിഗ്രേഷൻ ക്യാമ്പയിൻസ്. അതുകൊണ്ട് അവർ ഇമിഗ്രേഷൻ ലോസ് ഒക്കെ ഒത്തിരി സ്ട്രിക്റ്റ് ആക്കുകയും ഈവൻ സ്റ്റുഡൻസ് വിസ കട്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വംശീയമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അത് അവരുടെ ക്രിസ്ത്യാനിറ്റി നിലനിർത്തണം. ആ ക്രിസ്ത്യാനിറ്റിയെ മറ്റുള്ള മതങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുസും ഇത് ചെയ്യുന്നു. അവർക്ക് അവിടെ ഇപ്പം എല്ലാ രീതിയും അവർക്ക് എന്ത് വേണം. ഇപ്പൊ ഏറ്റവും വലിയ ഹനുമാൻ സ്റ്റാച്യു ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പിന്നെ ഏത് മതക്കാർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചില സംഭവങ്ങളിൽ അത് തിരിച്ചടിയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു വശത്ത് കിടക്കുമ്പോൾ മുസ്ലിങ്ങള് എന്താ പറയുന്നത്, അവര് മറ്റേ ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചത്, ബംഗ്ലാദേശ് ഹിന്ദുസിനെ ഇത് ചെയ്യുന്നു. ഇപ്പൊ നേപ്പാളിൽ ഫോർ എക്സാമ്പിൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതുപോലെ മറ്റ് രാജ്യം ഇന്ത്യയിലെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മറ്റുള്ള മതക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട്. അപ്പം അല്ല മറ്റൊരു ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആ ഹേറ്റ് കമ്പയിന്റെ ഭാഗത്തിൽ അവരും ഇത് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു ഇത് കാണാണ്, ഈ മംദാനി ന്യൂയോർക്കിലെ മേയർ ആയി കഴിഞ്ഞപ്പോൾ അതൊരു പുള്ളിയെ ആദ്യം അറിയപ്പെട്ടത് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കൊരു മതപരമായ ഒരു ചിന്ത. പിന്നെ അത് വന്നപ്പോഴത്തേക്ക് മുസ്ലിങ്ങൾ അതങ്ങ് ഏറ്റെടുത്തു. അതായത് അമേരിക്ക പിടിച്ചെടുത്തെന്നുള്ളൊരു ആവേശത്തിലാണ് മുസ്ലിങ്ങൾ. അപ്പം അതിന് കാരണമുണ്ട്. ഇപ്പം ഈ മംദാനി ഇത് ചെയ്തിട്ട് ഉമർ ഖാലിദിന് ലെറ്റർ അയക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം അയാൾക്ക് ഈ ഒരു മേയർക്ക് ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്സിന്റെ യാതൊരു പങ്കുമില്ല. പേഴ്സണൽ ലെവലിൽ ചെയ്യാം. അതിനായിട്ട് ഉമർ ഖാലിദ് മാത്രമല്ല, ഇവിടെ അണ്ടർ ട്രയൽസ്, അതായത് ഈ ട്രയൽ കിട്ടാതെ ഇതുപോലുള്ള ഒത്തിരി ആക്ടിവിസ്റ്റുകളും അല്ലാതെ ജേർണലിസ്റ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും എന്താ ഇതായിക്കാൻ. അപ്പൊ അതൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരു ഭയങ്കര ഇതായിട്ട് അതേയോ. അപ്പം ഒരു വശത്ത് പുള്ളി ലെഫ്റ്റിസ്റ്റ് ആണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അടുത്ത സമയത്ത് പുള്ളി പിന്നെ പ്രതിജ്ഞയെടുത്തത് ഖുറാനിൽ തൊട്ടാണ്. അപ്പം അങ്ങേ വശത്ത് മുസ്ലിം തീവ്രവാദിയാണ്. അപ്പൊ അത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കെനിയായി കാണുന്ന സംഭവം. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പല മുസ്ലിം രാജ്യങ്ങളിലും മറ്റുള്ള മതക്കാർക്ക് കാര്യമായ ഫ്രീഡമോ വോട്ടവകാശമോ ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പം എല്ലാ മതങ്ങളും അവര് ഭൂരിപക്ഷം വരുന്നിടത്ത് മറ്റ് ന്യൂനപക്ഷങ്ങളോട് മേക്കിട്ട് കയറുക എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഇത് ചെയ്യുന്നത് മോശമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ക്രിസ്ത്യൻസ് മിഷണറിമാർ, ഇപ്പൊ ഞാൻ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യൻ സഭകളെ അവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി പള്ളികൾ, അത് മെയിൻലി അവർ ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അതിന് കൂടാതെ തന്നെ ലോക്കലായിട്ടുള്ള പള്ളികളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എത്രമാത്രം ഒരു ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൈറ്റ്സ് കൊടുത്ത് പിന്നെ ഇത് കൺവേർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ ഈ ലോക്കൽ പള്ളികൾ അവിടെ ഉണ്ടാക്കി അവിടുത്തെ ആ സംസ്ഥാനത്തെ ഭാഷയിലെ സർവീസ് നടത്തി അവിടുത്തെ പിന്നെ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ അവർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം പുതിയ ഫോറിൻ എക്സ്ചേഞ്ച് നിയമം അനുസരിച്ചിട്ട് ഈ മോഡി ഗവൺമെന്റ് ഒരുവിധം എല്ലാ തരം NGO ഫണ്ട്സും ഇതുപോലുള്ള ഫണ്ട്സൊക്കെ ഒരു പരിധി കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും വേറെ രാജ്യം കിട്ടുന്നുണ്ടാവും. പക്ഷെ ഈ മിഷണറി എന്ന് പറയുന്നത്, അതായത് ഈ പാസ്റ്റർമാർ, ന്യൂ ചർച്ചുകൾ, ഇവരൊക്കെ ആക്ച്വലി അവിടെ പോയിട്ട് ശരിക്കും ഇവരെ ഇൻഡ്യൂസ് ചെയ്ത് ഇവരെ ഫോഴ്സ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അവരെ, കാര്യം ഇത് കൂടുതലും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആദിവാസികളും പിന്നെ അല്ലാത്ത അധികൃത വർഗങ്ങളും ദളിത്സ് ഒക്കെയാണ്. അപ്പൊ അവരെത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണെന്നോ അവർക്ക് എന്തുമാത്രം വിവരമുണ്ട്, അവരെന്തറിഞ്ഞുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിറ്റി വരുന്നത്, ചുമ്മാതെ അവരെ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റിന് വേണ്ടി ചിലപ്പോൾ അവരുടെ ആ സോഷ്യൽ സ്റ്റാറ്റസ് മാറുമെന്നുള്ള ചിന്താഗതിയിലോ ഒക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല അത് എത്രമാത്രം മാറുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ തന്നെ കേരളത്തിൽ നമ്മുടെ മാർത്തോമാസ് അല്ലെ കത്തോലിക്കലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് ജാക്കോബായ സഭകളിൽ CSലും ഒക്കെ ഈ ആരെങ്കിലും ഈ ദളിതര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അവശ്യ ക്രിസ്തവർ എന്ന് പറയുന്നൊരു പേര് തന്നെ ഉണ്ട്, അവര് ഇതിനകത്ത് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ എനിക്ക് തോന്നുന്നു അവരെ ഒരു മെയിൻ സ്ട്രീം പള്ളി എല്ലാം മെയിൻ സ്ട്രീമിൽ എത്രമാത്രം അവരെ ഉൾക്കൊള്ളുന്നു എന്ന്
എനിക്കിപ്പോഴും സംശയമുണ്ട്. എപ്പോഴും അവരെ വേറൊരു കണ്ണോടുകൂടിയാണ് കാണുന്നുള്ള സത്യം. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി ഇപ്പൊ ലാറ്റിൻ കത്ത് അത് പിന്നെ അത് അങ്ങനെയാണ്. പിന്നെ രക്ഷാസ് അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചില സഭകളുണ്ട്. അപ്പൊ ഈ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പം ഈ മനുഷ്യരാശി ഉണ്ടായിട്ട് ഏതാണ്ട് 65,000 അതായത് മനുഷ്യരാശി പറഞ്ഞാൽ പുതിയ മോഡേൺ ഹ്യൂമൻ അല്ലെ ഹ്യൂമൻ ബീയിങ് ഉണ്ടായിട്ട് ഏതാണ്ട് 65,000 മുതൽ 1,00,000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ മതങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 10,000, 1,400, 1,300, 1,400 വർഷമാണ് ഇസ്ലാം മതം, 2,000 വർഷമാണ് ക്രിസ്ത്യൻ മതം, മേ ബി 4,000, 5,000 ആയിരിക്കും ജൂസ്, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഹിന്ദു മതങ്ങൾ, അല്ലെ പിന്നെ അതിലും വലുതാണ് ജൈൻ. അങ്ങനെ ഈ 65,000, 1,00,000 ഈ മതങ്ങളുടെ ഏറ്റവും പഴയ മതങ്ങൾക്ക് പോലും നമ്മളൊരു ആർഗ്യുമെന്റിന് വേണ്ടി കൊടുക്കുക 10,000 വർഷത്തെ പഴക്കം ഉണ്ടെന്നായെങ്കിലും അതിന് മുമ്പ് ഏത് മതമായിരുന്നു ഇവര്? അപ്പൊ അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ മതങ്ങളിൽ നിന്നോ ഒരു മതമില്ലായ്മയിൽ നിന്നോ അല്ലെ വേറെ ആചാരങ്ങളിൽ നിന്നോ അവരുടെ വിശ്വാസങ്ങളിൽ നിന്നോ ഒക്കെ മാറിയാണ് അവർ ഹിന്ദുക്കളായത്, ക്രിസ്ത്യൻസ് ആയത്, മുസ്ലിംസ് ആയത്, ഇതെല്ലാം ആയത്. അപ്പം ഈ നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ഓരോരുത്തരെ ആരോപിക്കുന്നത് എന്തർത്ഥത്തിലാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ അത് തന്നെയല്ല, ഇവർക്ക് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ മനുഷ്യൻ ആക്ച്വലി ഇപ്പം നമ്മളിപ്പോ ഈ ക്രിസ്ത്യൻ അല്ലെ മറ്റുള്ള മതങ്ങളുടേതായിട്ടുള്ള മനുഷ്യനെ ഉണ്ടായ ആ ഒരു വിശ്വാസം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കുറച്ചുകൂടെ സയൻസ് പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ ഉണ്ടായതൊന്നുമല്ല. മനുഷ്യൻ എന്ന് പറയുന്ന മോഡേൺ മനുഷ്യൻ പല നിയോന്തർത്താൽ മനുഷ്യനിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒക്കെ വന്ന് ഒരു രൂപപരിപാലനം നടത്തി ഉണ്ടായത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും, ഏതെങ്കിലും ഒരു രാജ്യം. അത് ആഫ്രിക്ക ആണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഓക്കെ, ആഫ്രിക്കയിൽ നിന്നും, അതാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ. അവിടെ നിന്ന് പലായനം ചെയ്ത് പല ഭാഗങ്ങളിൽ കൂടെ ഇപ്പൊ ഇന്ത്യയിലെ ഇറാൻ അല്ലെ പേർഷ്യൻ ഭാഗത്തു നിന്ന് വന്ന് അതിനാണ് ആര്യൻ AIT അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറഞ്ഞ തിയറി കൂടെ അവർ ഇന്ത്യയിൽ വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുയിസം ഒക്കെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ടൊക്കെയാണ് പിന്നീട് പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയതൊക്കെ. അപ്പൊ ദ്രാവിഡര് ഇവിടെ ഓൾറെഡി അതിന് മുമ്പ് എത്തിയ ആൾക്കാര് ഇവിടെ ഉണ്ടായിരുന്നു, അവർക്ക് വേറൊരു വിശ്വാസമായിരുന്നു, അവരെ ഇൻവേഡ് ചെയ്തു. അപ്പൊ ആര്യൻ ഇൻവേഷൻ തിയറി ഈ നോർത്ത് ഇന്ത്യൻസ്, കാര്യം നമ്മൾ പറയുന്നത് ആര്യൻസിന്റെ പിൻഗാമികളാണ് നോർത്ത് ഇന്ത്യൻസ്, ദ്രാവിഡിയൻസ് ആണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരത് നോർത്ത് ഇന്ത്യൻസ് ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെ അത് വെസ്റ്റേഡേഴ്സ് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കുക, അത് തെറ്റായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് എതിർക്കുവാണെങ്കിൽ ആദ്യം മനുഷ്യനുണ്ടായത് ഇന്ത്യയിലാണ്, അത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ വേറെ രാജ്യത്താണ്. ഇപ്പൊ അമേരിക്കയിലാണെന്ന് ഏതായാലും നമ്മൾ ആരും യൂറോപ്പിലൊന്നും പറയത്തില്ല. ഒന്നുകിലെ ഈ പേർഷ്യൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങള്, അല്ലെങ്കിൽ ഈ ആഫ്രിക്ക. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ആഫ്രിക്ക ആണെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 5,000 അല്ലെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഉണ്ടായ ഈ മതങ്ങൾക്ക് അല്ലെ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ആൻസിസ്റ്റേഴ്സ് ആരായിരുന്നു? ആൻസിസ്റ്റേഴ്സ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യർ ഒരേപോലെ ഉണ്ടാവുമായിരുന്നു, അതോ ഒരു മനുഷ്യൻ അല്ലെ രണ്ട് മനുഷ്യരുണ്ടായാലേ അത് റീപ്രൊഡ്യൂസ് ചെയ്ത്, നമുക്ക് അത്ര വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ഒത്തിരി ആൾക്കാരുണ്ടായതല്ല. പല ജനറ്റിക് ആയിട്ടുള്ള വ്യത്യാസമുള്ളവരും അല്ലെ പല DNA ഉള്ളവരും ഒക്കെ ഒരേപോലെ ഉണ്ടാവുകയും അവര് കുറച്ചുപേര് സവർണരും കുറച്ചുപേർ അധികൃതരും തന്നെ. അത് കാലാകാലങ്ങളിലുള്ള മ്യൂട്ടേഷനിൽ കൂടെ, കാലാകാലങ്ങളിലുള്ള കാലാവസ്ഥ, ആ റീജിയന്റെ പ്രകൃതി, ഇങ്ങനെ ഉള്ള ഇതിൽ കൂടെ അവര് പരിണാമം സംഭവിച്ചാണ് പലതരത്തിലുള്ള വെളുത്തവർഗം അല്ലെങ്കിൽ കറുത്തവർഗം അല്ലെങ്കിൽ ഉന്നതവർഗം, സവർണര്, ബ്രാഹ്മിൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനേയും എല്ലാത്തിന്റെ ഇപ്പൊ നമ്മൾ പറയും ഒരു രീതി സത്യമാണ്. ഇപ്പൊ ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഒറിജിനലി ഹിന്ദുസ് ആയിരുന്നു. അവര് ഏതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്യപ്പെടുകയും, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ്, സെഞ്ചുറികൾക്ക് മുമ്പാണ് ചെയ്തത്, അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തുണ്ടായതാണ്. പിന്നെ വളരെ കുറച്ചുപേര് എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കല്യാണം ആംഗ്ലോ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യൻസിന്റെ ഇടയിലാണെങ്കിൽ അവർ വന്ന് ഇവിടുത്തെ ഇന്ത്യൻസ് കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടായവരും കുറച്ചുപേരുണ്ട്. പക്ഷെ മോഡ്ലി ഹിന്ദുസ് ആണ്. അപ്പം ഈ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ
ഈ ക്രിസ്ത്യൻസ് അല്ലെ മുസ്ലിംസ് മറ്റുള്ള മതക്കാർ കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഈ ഹിന്ദുയിസം ഉണ്ടായതിന് മുമ്പുള്ള ആൾക്കാര് അപ്പൊ അവരൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതല്ലേ, അല്ലെങ്കിൽ ഒരു മതം സ്വീകരിച്ചതല്ലേ, അല്ലെങ്കിൽ ഒരു വിശ്വാസം സ്വീകരിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ എല്ലാ മനുഷ്യനും ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹിന്ദുയിസം മറ്റുള്ള മതങ്ങളെ ചേർത്ത പോലെ തന്നെ ആദ്യം ഉണ്ടായ മനുഷ്യരിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ അധികൃത വർഗങ്ങളും സവർണ വർഗങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹെയ്റ്റ് കമ്പയിനിൽ എന്തുമാത്രം മീനിങ് ഉണ്ട്. ഇതുവരെ മനുഷ്യരാശിയെ എനിക്കറിയില്ല, ചിലപ്പം തോന്നി ഇത് മനുഷ്യരാശിയുടെ ഒരു അവസാനത്തിലേക്കുള്ള ഒരു ഇതാണ്. അത് അന്യോന്യം കൂട്ടിയടിച്ച് മതത്തിന്റെ പേരിൽ, കാര്യം മതം പോലെ തന്നെ മനുഷ്യനെ ഈ മൃഗങ്ങളാക്കാനും അല്ലെ മനുഷ്യനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന വേറൊരു സംഭവമില്ല. പൊളിറ്റിക്സിൽ ഒന്നും അത്രയൊന്നും തീവ്രതയില്ല. ഇതാണ് ഏറ്റവും വലിയ തീവ്രത. വംശീയത, മതം, പിന്നെ മതത്തിനകത്ത് കാസ്റ്റുകൾ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് മനുഷ്യനെ അന്യോന്യം അടിവെച്ച് അന്യോന്യം തകർത്ത് നശിപ്പിച്ച് ഈ മനുഷ്യരാശി ഇല്ലാതാകുന്നതിന്റെ ഒരു തുടക്കമാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ എനിക്കറിയത്തില്ല എത്രമാത്രം ആശ്വാസകരമാണ്. ഇതുകൊണ്ട് എന്താണ് നേടുന്നത്? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഏതെങ്കിലും കാരണത്താൽ, അതായത് ഏതെങ്കിലും കാരണമല്ല, മതം, രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്, ഓരോ മനുഷ്യനും അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെന്ന്, അതല്ലേ വരുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ പാസ്റ്റർമാരോ അല്ലാത്തവരും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അത് മനസ്സിലാക്കി ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ഹരേ കൃഷ്ണ ഇത് അല്ലെങ്കിൽ ഇസ്കോൺ ഒക്കെ ആക്ച്വലി ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഒത്തിരി ആൾക്കാർ ഹിന്ദുമതം സ്വീകരിക്കും, അല്ലെ ഹിന്ദുമതം ഒഫീഷ്യലി സ്വീകരിക്കും, അല്ലെ അവർ ആ കൺസെപ്റ്റ് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ അത് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതാണ്. ഇപ്പം അതേസമയം അല്ലാതെ ഈ അത്രയും വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഇങ്ങനെ മതം മാറ്റിയെടുക്കുന്നത് മഹാമോശമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിക്ക് ആക്ച്വലി ഒരു ടോട്ടലി എല്ലാവരോടും മറ്റുള്ളവർക്ക് വിരോധവും എതിർപ്പും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കത്തുള്ളൂ. ചിലരുടെ സ്ഥാപിത താല്പര്യം, ചിലപ്പോൾ അവർക്ക് ഇപ്പോഴും ഫണ്ടിങ് കിട്ടുന്നുണ്ട്, ആ ഫണ്ടിങ്ങിന് വേണ്ടി ആയിരിക്കും അവര് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അത് നിർത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യ സ്പർദ്ധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം. അത്